ഓം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് സപ്തമോധ്യായം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. അഥ ഗോധികയുടെ സ്വർഗപ്രാപ്തിയെ കണ്ടു മിഥിലാധിപനൃപൻ വിസ്മയപ്പെട്ടു പാരം. ശ്രുതദേവനാം മുനിതൻ പാദം കൂപ്പി തൊഴുതു ദിവാൻഷയാ ചോദിച്ചിടിനാൻ ഭക്തിയോടെ, മാമുനെ ഭവാനേതു ധർമ്മത്താൽ ഇന്നു വേഗാൽ ശ്രീമതം വരദാനമിക്ഷ്വാകുസുരൻ തന്നെ നാഗത്തിനയച്ചൊരു പുണ്യവൈഭവം കേൾപ്പാനാകാംക്ഷാഭാരമുണ്ടു മാനസേ നമുക്കിപ്പോൾ ഭൂപതി. ഭക്തിയോടും ഇങ്ങനെ ചോദിച്ചപ്പോൾ താപസോത്തമൻ തെളിഞ്ഞരുളി ചെയ്താനേവം കേൾക്കനേ, വൈശാഖധർമ്മത്താൽ ഉദ്ധരിച്ചേൻ ഞാൻ ദുഃഖത്തിൽ നിന്നു ധർമ്മശീലനാം ഭൂപാലനെ. തൽക്കാല മുഖ്യഭേദം കേൾക്കണ മെന്നാകിലിന്നൊക്കവേ സംക്ഷേപിച്ചു ചൊല്ലുവാൻ. നരപതേ സ്നാനവും ശൗചം തഥാ സന്ധ്യാതർപ്പണം ശ്രാദ്ധം നൂനം വൈശാഖധർമ്മമഗ്നിഹോത്രോ മിവ ചെയ്യാഞ്ഞാലധോഗതി വന്നിടുമിതുപോലെ ചെയ്താൽ നന്മകൾ വരും അന്യധർമ്മങ്ങൾക്കെല്ലാം രാജാവില്ലാതെയുള്ള പ്രജകളെന്ന പോലെ. രാജൻ വൈശാഖഹീന കർമ്മങ്ങൾക്കനുദിനം സഫലമില്ലെന്നല്ല, ദോഷങ്ങൾ ആക്രമിക്കും സുഫലമാകും വൈശാഖത്തെ അങ്ങനുഷ്ഠിച്ചാൽ. ഉദകുംഭം പ്രഭാദാനവും പതീക്ഷായ സുദൃഢം നിർമ്മിക്കയും പലക ശരിപ്പാതികുടയും ചുവറ്റിയും തിലവും മധു പിന്നെ അടദോഷാഭൂപാതിഘോരസാവലികളും. അൻപുറ്റദാനം കിണർ കുളവും വാപി വഴിയമ്പലമിവ നിർമ്മിക്കുന്നതും വഴി തന്നിൽ കരിമ്പും കരിമ്പടം വസ്ത്രാദി നാളികേരമരി കർപ്പൂര സുഗന്ധാനുലേപനം വസ്ത്രം ഉപദാനങ്ങൾ ശയ്യാഘഡ്വാദിചൂതഫലം നൃപതിമണേ കേൾക്കവന സഫലം തഥാന്നവും പീഷ്ടം ജലം സായാഹ്ന ഗുളോദേകം നന്നു ചിത്രാണാം പൗർണമാസേ ധന്യം തഥാ ചാരുതാംബുലദാനം എപ്പോഴും യോഗ്യം തന്നെ. വീരാ കേൾക്കരീരകം മുഖ്യത ചൈത്രദർശേ വ്രതസ്നാനം അവർക്കനു അനുവദിക്കുന്നതിൻ മുൻപേ മാധവൻ തന്നെ പൂജിച്ചിടുക വേണം. പിന്നെ മാധവ മാസമാഹാത്മ്യങ്ങൾ കേൾക്കയും പിന്നെ മാധവ ധ്യാനമുള്ളിലുറപ്പിക്കയും ഭക്ത്യാ പൈപ്പാത്രാശനം തൈലം എന്നിവ വർജിക്കേണം. കാലികൾക്കേറ്റം തൃണം കബളം കൊടുക്കേണം. കാൽ കഴുകിച്ചീടേണ മധിതി പൂജാതിയും കാലേ ചെയ്യണം വിപ്രജാതിക്കെന്നറിക നീ. മരിജലവണങ്ങൾ സീതാം സംയൂതഭീഷ്ടം സരസംഭുക്തം മാധവേ ദാനം ശുഭം നിത്യം ദതി സംയൂതനേദ്യം തൽക്കാലേ ഹരിപൂജയ്ക്കധികം ഫലമുണ്ടെന്നറിക മഹാത്മാവേ. നാരിമാർ സദ്വേഷാശയിച്ചുത മർച്ചയാഞ്ഞാൽ ചാരു സൗഖ്യവും നല്ല പുത്രരും വർദ്ധിച്ചിടാ ധന്യമാം പുത്രസുഖം. ഭർത്താവിനായുർബല മെന്നിവ സിദ്ധിച്ചിടും വൈശാഖധർമ്മം ചെയ്താൽ ലക്ഷ്മീശൻ ധർമാധർമ്മദാന ഭേദങ്ങളോരോ നീക്ഷണം ചെയ്യാനിടും നള്ളിയിടും പ്രജാഗൃഹേ. വാരിജാക്ഷനേത്ര
വാരിജാക്ഷനെ തത്ര സേവ ചെയ്തിടാത്തവർ രൗരമായിടുന്ന നരകം പ്രാപിച്ചിടും. അഞ്ചുണ്ടു ജന്മം പുനരവനു ഗർദഭമായി ചഞ്ചലമില്ല ഭൂമിയെ വല്ലഭാധരിച്ചാലും. അന്നദാനവും ജലദാനവും വിശേഷിച്ചു ധന്യരാം വിപന്മാർക്ക് ചെയ്യണമത് ചെയ്തും. പ്രാണികൾക്കെല്ലാം പ്രാണരക്ഷണം ഇവ രണ്ടും ക്ഷോണി നായക നൽകിയിടായിലെത്രയും കഷ്ടം. രണ്ടിന്റെ ഫലങ്ങളും പണ്ടു ഞാൻ ഓരോന്നിലുണ്ടായോരിണ്ടലിന്നുമുണ്ടുമെൻ മനക്കാമ്പിൽ മൽപിതാപിശാചമായി ഘർമാർക്കരശ്മിയേറ്റു നിഴൽ കൂടാതെ അവനെ വിശപ്പ് പോറാകയാൽ തന്നെ മാംസം ഖണ്ഡിച്ച് ക്ഷണം ചെയ്ത് ദാഹം വന്നു വർദ്ധിച്ചിടുന്നതേതുമേ സഹിയാഞ്ഞും. ശതാലി വൃക്ഷമൂലെ വർദ്ധിച്ചിടുന്ന കാലം വിസ്മയമതിൽ പരമിനിയും കേൾക്ക ഭവാൻ. പണ്ടു ചെയ്തൊരു ദോഷവൃത്തി കൊണ്ടവരുടെ കണ്ഠദേശായൊരു സുഷിരമുണ്ടായി വന്നുള്ള പൈതാഹം പൊറാഞ്ഞെങ്ങനെ നോക്കും നേരം. വെള്ളമെല്ലാം വിഷമെന്നുള്ളിൽ തോന്നും അപ്പോൾ ചിത്തഭ്രന്ത്യാമ്പുയിഞ്ചിൽ സേവിച്ചിടുകിൽ പിന്നെ വക്രത്തിലായാൽ കണ്ട സുഷിരെ ധൂളിച്ചിടും ദുസ്സഹം. ഭുജിക്കുമ്പോൾ തൽസുഷിരാന്തേയൊരു മാംസഖണ്ഡവും പൊക്കു തടഞ്ഞു നിന്നു തഥാ കീഴ്പോട്ടും അത് പിന്നെ മേൽപോട്ടും ഗമിയാഞ്ഞു. വായ്പേറും ദുഃഖം പറഞ്ഞിടുവാനാളല്ല ഞാൻ. പിടഞ്ഞു വീണു കിടന്നുരുണ്ടും വിരണ്ടവൻ കുടഞ്ഞു എഴുന്നേറ്റ് മറിഞ്ഞു വീണും പിന്നെ കരഞ്ഞവൻ ഖേദിച്ച പ്രകാരങ്ങൾ പറഞ്ഞാലൊടുങ്ങാമോ ദുഷ്കൃത വൈഭവങ്ങൾ. അങ്ങനെ ചില ദിനം കവിഞ്ഞോരനന്തരം ഗംഗാസ്നാനാർത്ഥം പുറപ്പെട്ടതു ഞാനുമെടോ. മാർഗത്തിൽ എന്നെ കണ്ടു തരസാ ഭക്ഷിപ്പാനായി ആഗ്രഹത്തോട് പാരമോടിയെത്തിയ നേരം എങ്കലുള്ള ഒരു മഹാബ്രഹ്മതേജസ്സു കണ്ട് സങ്കടത്തോടു പാരം ഭയപ്പെട്ടവനൊരു ഘോരമാം പിശാചത്തോടിങ്ങനെ ചൊന്നേനഹം. ഭീരുത കളഞ്ഞത്ര നിൽക്ക നീ പേടിക്കേണ്ട, എന്നാലില്ലൊരു ബാധ നിനക്കെന്നറിഞ്ഞാലും നിന്നാലും ചില വാർത്ത കേൾപ്പാനായി ചോദിക്കുന്നേൻ. ആരടോ ഭവാൻ എന്തു ദുഃഖം ചൊൽകെന്നു കേട്ടു ചാരവേ വന്നു പുനരെന്നോട് ചൊന്നാനേവം. ആനർത്തദേശത്തിങ്കൽ ഭൂരഗ്രാമേ പുരാ ഊനം കൂടാതെയുള്ള സംസ്കൃതി ഗോത്രത്തിങ്കൽ മൈത്രനെന്നെനിക്ക് പേർ. ഭൂദേവോത്തമനഹം ശ്രോത്രിയനായേൻ, ഭൂശിഷ്യ സമ്പത്തുമുണ്ടായി ജ്ഞാനദാനാദി തപോനിഷ്ഠയാവസിച്ചേൻ. ഞാനൂനമെന്നിയേ സർവതീർത്ഥവുമാടിയിടിനേൻ. അന്നദാനം ഞാനൊട്ടും വൈശാഖേ ചെയ്യായകയാൽ വന്നകപ്പെട്ടു താപമിങ്ങനെ നമുക്കഹോ. ശ്രുതദേവൻ എന്നൊരു സുതനുണ്ടല്ലോ മമ, മതിമാനവനോട് മദ്വിശേഷങ്ങളെല്ലാം പറഞ്ഞു ബോധിപ്പിച്ചു. വൈശാഖ സ്നാനത്തെ ഞാൻ കുറഞ്ഞിടാതെ ഭക്ത്യാ വിഷ്ണു പൂജയും പിന്നെ അതിഥി പൂജ ഫലദാനവും ചെയ്യിപ്പിച്ചാൽ വ്യഥകൾ തീർന്നു വിഷ്ണു സായുജ്യം ലഭിച്ചിടും. ഇതിനു ഭവാൻ എന്നെ കുറിച്ച് കൃപ വേണം, അതിന് ബഹുപുണ്യം വർദ്ധിക്കുമെന്നേ വേണ്ടു. അത് കേട്ടുടൻ ഭൂമോ പതിപ്പിച്ചേനതിഖേദ ലതി ദുഷ്കൃതി എന്നു നനച്ചേൻ എന്നെ തന്നെ. മതി താപോ മുള്ളിലടക്കി പിന്നെ ചൊന്നേൻ. സുതനായതു തവ ഞാനെന്നു ധരിച്ചാലും സ്മൃതികളെല്ലാം ധരിച്ചിരിക്കും എനിക്കാശു. പിതൃസങ്കടം തീർക്കാനാളല്ലാത്തതു മൂലം അജ്ഞാനിയായൊരു ഞാൻ എന്തിനീ ചെയ്യേണ്ടതെന്നാജ്ഞ ചെയ്താലും മടികൂടാതെ ചെയ്തിടുവൻ. നന്ദനെന്നു കേട്ടു നന്ദിച്ചു പിശാചനും നന്നായിട്ടനുഗ്രഹിച്ചിങ്ങനെ ചൊല്ലിയിടിനാൻ. വൈകാതെ ചെന്നു ഭവാൻ വൈശാഖ സ്നാനം ചെയ്തു കേശവാർച്ചനം പിന്നെ അതിഥി പൂജാദിയും പിന്നെയും ചിന്തിച്ചു ചെയ്തിടുകയെന്നാലുടൻ തീർന്നിടുമെന്റെ ദുഃഖമൊക്കെയും. കുമാരാ കേൾ എന്നുര ചെയ്തോർ. പിതാ തന്നെയും വണങ്ങി ഞാൻ ചെന്നുമൽ ഗൃഹം പൂക്കു വന്നിതു തൽക്കാലവും വിധിച്ച വണ്ണം. പിന്നെ വൈശാഖമനുഷ്ഠിച്ചേൻ.
ത്യജിച്ചു പിശാചദേഹത്തെയും മമ പിതാ ധരിച്ച ദിവ്യരൂപത്തോടും അമലഗൃഹേ വന്നു വധിച്ചു. വിശേഷങ്ങൾ ഓരോന്നേ പിന്നെ അനുഗ്രഹിച്ചു. തേരിലേറ്റി ഗമിച്ചു മറവോളം മിഴിച്ചു നിന്നു. കണ്ടേൻ ധരിച്ചിടുക ഭൂപാ അന്നദാനത്തിൻ ഫലമിങ്ങനെ കണ്ടേനല്ലോ മന്നവാം. കേട്ടു കേളിയല്ലിതു സത്യമത്രേ മാധവമാസേ ജലദാനവും അന്നദാനം. മാധവനേറ്റം പ്രിയം സേവിക്ക ചൊന്നവണ്ണം സർവപാപങ്ങളറ്റു വിഷ്ണു സായുജ്യം വരുമുർവീഷാ പുനരിനി എന്തു കേൾക്കേണ്ടു സഖേ. സ്കാന്തമാം പുരാണത്തിൽ വൈശാഖ മാഹാത്മ്യത്തെ ഖിന്നത നീങ്ങിടുവാൻ ചൊല്ലിനേഴധ്യായം. ഇതി വൈശാഖ മാഹാത്മ്യ സപ്തമോധ്യായ. ഹരി ഓം.